Hello my dears, Namaskaram and welcome back to my channel Nimmy Arungopan. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. ഇന്ന് എനിക്ക് വർക്കൊന്നുമില്ല. എല്ലാവരും ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണ്. നമ്മളെല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഗോപു ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ടി വി ഒക്കെ തുറന്നാലൊക്കെ നമുക്ക് ഭയങ്കര പേടിയുള്ള ന്യൂസുകളാണ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ കൊറോണയുടെ നമ്പേഴ്സ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം പുറത്ത് പോകാനും അല്ലെങ്കിൽ പുറത്ത് പോയി വരുമ്പോഴൊക്കെ നമുക്ക് പേടിയാണ്. വീട്ടിലേക്ക് ഒരു കൊറിയർ വന്നാലും നമുക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് ചെറിയൊരു പേടിയാണ്. പ്രത്യേകിച്ച് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കൂടും. വീടൊന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ട് ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ഒരു ആപ്പിൻ്റെ കാര്യം. ജൊബോയ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയാലും ഇല്ലെങ്കിൽ ഐഫോൺ ഉള്ളവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പം അതിൽ നോക്കിയപ്പോൾ ഒരുപാട് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിളിച്ചിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ഡേ ആയതുകൊണ്ട് അവരിന്ന് വരാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീടൊന്ന് അടിപൊളിയായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു സമാധാനമാവുമല്ലോ. ശരി, അതെ, കുറച്ച് വൃത്തി കൂടുതലും കുറച്ച് പേടി കൂടുതലും ഒക്കെയുള്ള ഒരാളാണെന്ന് ഇപ്പം എന്നെ ഇവിടുന്ന് എല്ലാവരും പറയും. ചാനലിലാണെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും പറയും. കാരണം സാനിറ്റൈസർ ഒഴിച്ച് കൈയൊക്കെ ഏകദേശം ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീട് കൂടി ഡിസിൻഫെക്റ്റ് ചെയ്താൽ കുറച്ചൊരു സമാധാനം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ ടീം വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞാൻ, അമ്മ, അച്ഛൻ, ഗോപു. അച്ഛനും അമ്മ ഇപ്പൊ കോഴിക്കോട് നിന്ന് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി അല്ലേ? എത്ര നാളായി അമ്മ വന്നിട്ട്? 3 ആഴ്ചയല്ലേ? നമ്മള് അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത്. അതിന്റെ ഒരു സീരിയസ്നെസ് ആണ്. അല്ല അല്ലേ, എന്നാ എന്റെ യൂട്യൂബ് വീഡിയോയില് ആദ്യമായിട്ടല്ലേ? അതെ, അതുകൊണ്ട് അമ്മ കുറച്ച് സീരിയസ് ആയിട്ടിരിക്കുകയാണ്. അത് ശരി, അമ്മ മറ്റേ സ്റ്റാർ സിംഗറിന്റെ സമയത്ത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് അമ്മയ്ക്ക് കുറെ സിനിമ ഓഫറൊക്കെ വന്നാണ്. നമ്മൾ പോയില്ല അല്ലേ അമ്മ? ആരും ഇട്ടില്ല, അച്ഛൻ വിട്ടില്ല. പറഞ്ഞ പോലെ അമ്മ, ഇവരെല്ലാരും നന്നായിട്ട് പാടും കേട്ടോ. അമ്മ പാടും, അച്ഛൻ പാടും, പിന്നെ ഏട്ടന്മാരെല്ലാരും പാടും. അച്ഛൻ നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പാടും കേട്ടാ. പാടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പ്രായത്തിന്റെ അസ്കിത ഉണ്ട്. എന്നാലും രണ്ടുപേരും പാടാം. അമ്മോട് പറഞ്ഞ പിന്നെ അത് നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ. അതെ. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി. അടിപൊളി അടിപൊളി. അമ്മ ഇങ്ങനെ അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് എത്ര മതി എന്നൊക്കെ പറയുന്നത് ആണോ? അമ്മ ഒരു പാട്ട് പാടുന്നോ? അമ്മ ഇപ്പൊ പാടില്ല. അമ്മ നമ്മളെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല മൂടൊക്കെ ആണെങ്കിൽ പാടും. ഓഹോ, ആയിട്ടില്ല. നമുക്കൊരു 100K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോ വരും. ഒരു 1 മില്യൺ ഒക്കെ ആകുമ്പോ വരും ഗോപു. ശരി. ഹലോ. നമ്മുടെ ജോബോയ് ആപ്ലിക്കേഷന്റെ സാനിറ്റൈസേഷന്റെ ബുക്കിംഗ് ആണ്. ഓക്കേ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത പ്രകാരം ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ജോബോയ് ആപ്പിൽ നിന്ന് വന്ന സർവീസ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പോകുന്നതെന്ന്. നമുക്കൊന്ന് വീട് ക്ലീൻ ചെയ്യാനുണ്ട്, അതുപോലെ നമ്മൾ കാറും ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. लीवर पे नहीं मारना, लीवर पे नहीं, बाकी स्प्रे करने के लिए वो पे जाएगा.
കംപ്ലീറ്റ് വീട് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞു. ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാലേ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഒരു 2 മണിക്കൂർ വീടിൻ്റെ അകത്തേക്ക് കയറരുത് എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും അച്ഛനും അമ്മയും ഞാനും ഗോപു എല്ലാവരും കൂടെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു കൊറോണ സമയത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്. അപ്പം രാവിലെ ഷോയ്ക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പിന്നെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഗസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും കാറ് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് കാറാണ്. കാറ് നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസിൻഫെക്ഷൻ പരിപാടിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. നമ്മുടെ വീട് ക്ലീൻ ചെയ്തു, കാർ ക്ലീൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഈ സർവീസ് ഇപ്പോൾ കൊച്ചിയിലൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടോ? നമ്മുടെ ഡിസിൻഫെക്ഷൻ്റെ സർവീസ് ഇപ്പം കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഈ കൊറോണയുടെ ഇത് വന്നതിന് ശേഷം കാറിൻ്റെ ഡിസിൻഫെക്ഷന്, ഫ്ലാറ്റ്, ഓഫീസുകൾ എല്ലാം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ആപ്പ് കിധർ സെ ഹോ? കശ്മീർ से. കശ്മീർ से. കണ്ടോ, കശ്മീർ എന്ന് വന്നിട്ട് നമ്മളെ എത്രമാത്രം സഹായിക്കുന്ന ആൾക്കാരെ നോക്കിക്കേ. ബിഗ് താങ്ക് യു സോ മച്ച്. നമ്മളെ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പാർക്കിൽ കൂടി നടക്കുകയാണ്. ഇതാണ് ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള പാർക്ക്. ചുമ്മാ നടക്കുമോ? എന്താ നടന്നോ? അല്ല, ഈവനിങ് വാക്ക് നമുക്ക് പതിവുള്ളതാണല്ലോ. ഇത് പിടിച്ചോ, എന്നാലേ കേൾക്കുള്ളൂ. ആക്ച്വലി ഈവനിങ് വാക്ക് ഇപ്പോൾ പതിവാക്കി. അച്ഛനും അമ്മയും വന്നതിന് ശേഷം അതെ, എല്ലാ ദിവസവും ഈവനിങ് ഞങ്ങൾ ഇതിന് ചുറ്റും ഒരു 10 റൗണ്ട് നടത്തും. ഞാൻ രാവിലെ നടത്തും. 10 എന്തോ ഒരു തള്ളാകുമോ? കുറച്ച് നേരം 4-5 റൗണ്ട് നടത്തും. അച്ഛനെ പ്രത്യേകിച്ച്, അച്ഛനാണ് ഏറ്റവും കൂടുതൽ മടി. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു താങ്ങ് വേണം. അതാണ് വടി പിടിച്ചിരിക്കുക. അതെ, അച്ഛൻ്റെ താങ്ങാണ് ഇനി ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും കേക്കട്ടെ. അതെ, അച്ഛനിട്ട് പോകുമ്പോൾ നന്നായിട്ട് താങ്ങാറുമുണ്ട്. അത് ശരിയാ, ആ താങ്ങാണ് ഉദ്ദേശിച്ചത്. ഒരു നല്ല പാട്ട് പാടിയല്ലോ, ഒരു അടിപൊളി പാട്ട്. അമ്മ പാടുന്നോ? പഴയ രണ്ടുപേരും അമ്മ പാടും. ഒരു താരാട്ട് പാട്ട് പാടാം. പിന്നെന്താ. രാരിരം പാടുന്നോരാ കിളികൾ, താളത്തിലാടുന്നു തളിർലതകൾ, ഈണത്തിൽ പാടുന്നു പൂന്തന്നൽ, ഇനിയുമൻ കണ്ണനുറങ്ങിയില്ലേ, രാരീരോ രാരീരോ ആരീരോ ആരാരോ. അടിപൊളി. അടിപൊളി. ഇത് ഞാൻ എന്തായാലും എടുത്തിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു നല്ല സാധനം കേട്ടോ. അച്ഛൻ്റെ ഒരു പാട്ട് എൻ്റെ ചാനലിലുണ്ട്, ഹർഷബാഷ്പം തൂകി. എൻ്റെ ചാനൽ എടുത്തിട്ട് താഴോട്ട് നോക്കിയാൽ അതിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതിന് മുന്നൊരു വീഡിയോ ഇട്ടു. എന്നിട്ട് അച്ഛൻ്റെ ഹർഷബാഷ്പം ഞങ്ങളെല്ലാവരും കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ട് ഇപ്പം വീണ്ടും ഞാൻ അച്ഛനെ പാടിപ്പിക്കാൻ നോക്കായിരുന്നു യൂട്യൂബിന് വേണ്ടിയിട്ട്. ഇപ്പൊ മാറ്റിയിട്ട് ഞാൻ അമ്മേനെ ആക്കാൻ പോവാം. അച്ഛൻ്റെ ചാൻസ് പോയി. അച്ഛനെ ഞാൻ രാവിലെ ചാൻസ് കൊടുത്തായിരുന്നു. അപ്പൊ നമുക്കൊരു ടാറ്റ പറഞ്ഞാലോ? ടാറ്റ പറയാല്ലേ പോരെ? അപ്പൊ എല്ലാവർക്കും ടാറ്റ. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. എൻജോയ് യുവർ വീക്കെൻഡ്. എല്ലാവരുടെയും വകയായിട്ട് ബൈ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. ഈ ഒരു സാറ്റർഡേ നമ്മൾ വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഈ എന്താണെന്നറിയോ, ഈ കൊറോണ ന്യൂസ് കാരണം കുറേ അധികം പേടി മനസ്സിലുണ്ട് കേട്ടോ. ജോലിക്ക് പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും കാറിൽ പോകുമ്പോഴായാലും ഒക്കെ ഒരു പേടിയാണ്. എന്തായാലും വീട് സാനിറ്റൈസ് ചെയ്തു, കാറ് സാനിറ്റൈസ് ചെയ്തു. അതോടുകൂടി ഒരു സമാധാനം ടോട്ടലി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, ഈ ജോബോയ് ആപ്പിൽ കൂടുതൽ സർവീസസ് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്പ് നമുക്ക് ഐഫോണിലായാലും ആൻഡ്രോയിഡിലായാലും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവർ പ്ലംബേഴ്സ്, അതുപോലെ ഇലക്ട്രീഷ്യൻ, സലൂൺ സർവീസസ്, മെഡിക്കൽ കെയർ, വെഹിക്കിൾ റെസ്ക്യൂ തുടങ്ങി ഒട്ടനവധി സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് റെഫർ ചെയ്ത് നോക്കിയാൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഓൾ റൈറ്റ് ദെൻ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ, ബൈ.